എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് യൂറോപ്പിനോടും ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങളോട് ഇത്രമാത്രം വൈരാഗ്യം? ഇത് കാരണം ഇത് പലപ്പോഴും ശ്രദ്ധിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും, വല്ലാത്ത രീതിയിലുള്ള വൈരാഗ്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളോട്ടുള്ളത്. അപ്പം എന്താണ് അതിൻ്റെ പിറകിൽ? അതേപോലെ നേരത്തെയും പറഞ്ഞു, നാറ്റോവുമായിട്ട് സഹകരിക്കത്തില്ല. കാരണം നേരത്തെ ട്രംപിൻ്റെ ടെന്യൂറിൽ ഫസ്റ്റ് ട്രംപ് വന്ന ശേഷം ഏകദേശം 2 വർഷം കഴിയുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് നാറ്റോയുടെ കാര്യത്തെപ്പറ്റി. അപ്പോൾ എന്താണ് യൂറോപ്യൻ രാജ്യങ്ങളോടും അതേപോലെ തന്നെ നാറ്റോയോടും ഈ യുണൈറ്റഡ് നേഷനോടും ട്രംപിന് ഇത്ര പേഴ്സണൽ അജണ്ട പോലെയാണ് ട്രംപ് പെരുമാറുന്നത്? അപ്പം അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലുള്ളവരും റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവരും ആ രീതിയിലാണ്. നിങ്ങളുടെ JD വാൻസ് എത്ര രീതിയിലാണ് യൂറോപ്യൻ സെക്യൂരിറ്റി മീറ്റിലും നേരത്തെ മ്യൂണിക് മീറ്റിലും സമ്മിറ്റിലൊക്കെ സംസാരിച്ചത്? ഇപ്പം എന്താണ് ഇതിൻ്റെ പിറകിൽ? ഇപ്പം അതിനെപ്പറ്റി ഞാൻ വളരെ സീനിയറായിട്ട് അവിടെയുള്ള ചില പത്രക്കാരോടും അമേരിക്കയിലുള്ള പത്രക്കാരോടും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചില നേതാക്കളോടും ഇതിനെപ്പറ്റി സംസാരിച്ചു. എന്താണ് കാരണം ഇത് ചെറിയ സംഭവമൊന്നുമല്ല. കാരണം ട്രംപ് അടുക്കുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നതൊന്നും ട്രംപ് കേൾക്കുന്നേ ഇല്ല. ട്രംപ് വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ നിങ്ങളുടെ സെക്യൂരിറ്റി നോക്കുക, ഞങ്ങൾ ഞങ്ങളുടെ സെക്യൂരിറ്റി നോക്കാം. യൂറോപ്പിൻ്റെ സെക്യൂരിറ്റി ഞങ്ങളുടെ തലവേദനയല്ല, അത് നിങ്ങളുടെ തലവേദനയാണ്. ഞങ്ങൾ എന്തിനാണ് പണം തന്ന് നിങ്ങൾക്ക് സെക്യൂരിറ്റി തരുന്നത്? എന്താണിത് കട്ട് ത്രോട്ടായിട്ട് പറയാനുണ്ടായ കാരണം? എന്താണിത് നാറ്റോയെ പറ്റി അതിശക്തമായ രീതിയിൽ വിമർശിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് യുണൈറ്റഡ് നേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പല പ്രോജക്റ്റിൽ നിന്നും അമേരിക്ക പലതും പോസ്റ്റ് ചെയ്യുന്നു, വിഡ്രോ ചെയ്യുന്നു? യുണൈറ്റഡ് നേഷൻ്റെ കാര്യം പോലും അൺസർട്ടനിറ്റി. എന്താ അതിൻ്റെ കാര്യം? അപ്പം എൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, ഈ ഒന്നാം ട്രംപിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുന്ന വസ്തുതയാണ്, ഇസ്രായേലി ഗവൺമെൻറ് ട്രംപുമായിട്ടൊരു നേരത്തെ ഒരു കൂടിക്കാഴ്ചയുടെ ഫലമായിട്ട് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നാം ട്രംപ് വരുന്നതിന് മുമ്പ് അദ്ദേഹം അധികാരത്തിൽ കയറുകയാണെങ്കിൽ അമേരിക്കൻ എംബസി അത് ടെൽ-അവീവിൽ നിന്നും ജെറുസലേമിലേക്ക് മാറ്റി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ആ സമയത്ത് അദ്ദേഹം അവിടെ പോയിട്ടാണ് അമേരിക്കൻ എംബസി ജെറുസലേമിലേക്ക് മാറ്റുന്നത്. അന്ന് മറ്റുള്ള രാജ്യങ്ങളും പല യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കി. പക്ഷേ ട്രംപ് മൈൻഡ് ചെയ്യാൻ പോയില്ല. കാരണം ജെറുസലേമാണ് ഇസ്രായേലിലെ ക്യാപിറ്റൽ സിറ്റി, അവിടെ ആയിരിക്കും അമേരിക്കൻ എംബസി. അത് ആ കാര്യത്തിൽ അദ്ദേഹം മാറിയില്ല. പിന്നീട് ബൈഡൻ വന്നിട്ട് പോലും ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം പിന്നെ അതൊരു അമേരിക്കക്കാരൻ്റെ വികാരമായി മാറി ജെറുസലേം സിറ്റി. അതിനുശേഷം ട്രംപ് അന്നുണ്ടായിരുന്ന പല യൂറോപ്യൻ രാജ്യങ്ങൾ, ഇൻക്ലൂഡിങ് ഫ്രാൻസിനോടും ജർമ്മനിയോടും ബ്രിട്ടനോടും പല യൂറോപ്യൻ രാജ്യങ്ങളോടും ട്രംപ് റിക്വസ്റ്റ് ചെയ്തു, നിങ്ങളുടെ എംബസി ടെൽ-അവീവിൽ നിന്നും ജെറുസലേമിലേക്ക് മാറ്റണം. പക്ഷേ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും അതിനെ എതിർത്തു. അതിനുശേഷം അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ നെതന്യാഹു ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി വിസിറ്റ് ചെയ്തു. ഇവരോടൊക്കെ റിക്വസ്റ്റ് ചെയ്തു, നിങ്ങളുടെ എംബസി ജെറുസലേമിലേക്ക് മാറ്റണം, ജെറുസലേമാണ് ഇസ്രായേലിലെ ക്യാപിറ്റൽ സിറ്റി. പക്ഷേ അവരും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. അന്ന് മുതലാണ്, ശ്രദ്ധിച്ചോളുക, ട്രംപ് നാറ്റോയ്ക്കെതിരെയും യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയും പറയാൻ തുടങ്ങിയത്. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ പോയിന്റ്. അതായത് കൃത്യമായിട്ടാണ് ട്രംപ് അളന്നു കുറിച്ച് തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയും നാറ്റോയ്ക്കെതിരെയും യുണൈറ്റഡ് നേഷനെതിരെ ഇത്ര ശക്തമായ രീതിയിൽ പറയാനുണ്ടായ കാരണം അമേരിക്കയാണ് ഈ രാജ്യങ്ങൾക്കെല്ലാം സെക്യൂരിറ്റി കൊടുക്കുന്നത്. അമേരിക്കൻ ബേസുകളാണ്, അമേരിക്കൻ വെപ്പൺസാണ് ഇവർ ഉപയോഗിക്കുന്നത്. എന്നിട്ടും അമേരിക്ക പറയുന്നത് ഈ ഒരു റിക്വസ്റ്റ് ഈ രാജ്യങ്ങൾ തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ട്രംപ് ശരിക്കും വടിയെടുത്തത്. എന്നാൽ നിന്നെ ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ യുണൈറ്റഡ് നേഷനോട് പല ആവർത്തി പറഞ്ഞു, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഹമാസ് ആണെങ്കിലും ഇറാനാണെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്ന പ്രമേയങ്ങൾ യുണൈറ്റഡ് നേഷനിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യരുത്. കാരണം ഈ രാജ്യത്തിന് തലങ്ങും വിലങ്ങും ശത്രുക്കളാണ്, ഇവരെ ആക്രമിക്കാൻ നിൽക്കുകയാണ്. അവർക്ക് അനുകൂലമായിട്ട് നിങ്ങൾ പ്രസ്താവനകൾ ഇറക്കരുത്, ഇതേപോലെ പ്രമേയങ്ങൾ കൊണ്ടുവരരുത്. ഇതേപോലെ ടെററിസ്റ്റുകൾക്ക് സഹായം ചെയ്യുന്ന രീതി, അതായത് ഇറാനാണെങ്കിലും ഹിസ്ബുള്ളയാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹൂത്തികളാണെങ്കിലും ആ രീതിയിൽ നിന്നും നിങ്ങൾ പിന്മാറണം. അന്ന് അവരും അത് കേട്ടില്ല.
അതിൻ്റെയാണ് ട്രംപ് ആ വഴിയെടുത്ത് ഇവന്മാരെ അടി കൊടുക്കാൻ തുടങ്ങിയത്. രണ്ടാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത് ട്രംപ് കയറി വന്നു. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് ഉക്രൈന് ആയുധം കൊടുക്കണം. അപ്പം റിപ്പബ്ലിക്കൻ പാർട്ടി അതിനെ എതിർത്തു. കാരണം അമേരിക്കൻ ടാക്സ് പേഴ്സിൻ്റെ പണം വെച്ച് ഉക്രൈന് ആയുധം കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാം, അമേരിക്കൻ സെനറ്റിലും കോൺഗ്രസിലും വലിയ ചർച്ചയായ കാരണം ഡെമോക്രാറ്റ്സിന് ഈ രണ്ടിടത്തും പിന്തുണയില്ല. അതുകൊണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പിന്തുണയില്ലാതെ അത് പാസ്സാവുകയില്ല ഉക്രൈന് ആയുധം കൊടുക്കാൻ. അപ്പോഴാണ് അടുത്ത പ്രപ്പോസൽ വരുന്നത്, ഇസ്രായേലിന് ആയുധം കൊടുക്കാം. അതും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ആ ഡിബേറ്റും സ്പാറ്റും ഒക്കെ. ആ സമയത്ത് ബൈഡൻ പറഞ്ഞൊരു സംഭവമാണ്, ഇസ്രായേൽ ചില സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ ആയുധം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അന്നാൽ ഉക്രൈന് കൊടുക്കാൻ പാടില്ല. പിന്നീട് രണ്ടു കൂട്ടരും ഇരുന്ന് സംസാരിച്ച ശേഷം ഇസ്രായേലിന് ആയുധം കൊടുക്കുമ്പോൾ അതിൻ്റെ ഇത്ര ശതമാനം ഉക്രൈന് കൊടുക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഇത് ട്രംപിൻ്റെ ഇസ്രായേൽ സ്നേഹമാണ് ഇതിൻ്റെ പുറകിലുള്ള സംഭവം. ഈ ഉക്രൈനും യൂറോപ്യൻ രാജ്യങ്ങളും ഈ നാറ്റോവുമായിട്ടുള്ള പ്രശ്നം ഇതാണ് ബേസ് ഇഷ്യൂ. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് വരാം. അതായത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഭരിക്കുന്ന സമയത്ത് അമേരിക്ക ഇസ്രായേലിലോട്ട് പോകേണ്ട ആയുധങ്ങൾ, പ്രത്യേകിച്ച് ഷെൽസ്, അത് പോസ് ചെയ്യുന്നു, കൊടുക്കുന്നില്ല. അപ്പം ട്രംപ് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടനോട് പറയുന്നു, നിങ്ങൾ ഇവർക്ക് ആയുധം കൊടുക്കണം, ഇസ്രായേലിന് ആയുധം കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കാരണം റിക്വസ്റ്റാണ് ചെയ്തത്. ഇത് ഓരോ കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. അതേപോലെ ഇമാനുവൽ മാക്രോണിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ കൊടുക്കണം. ജർമ്മനിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ കൊടുക്കണം. കാരണം ഈ രാജ്യങ്ങളുടെയൊക്കെ ധാരണ ട്രംപ് അധികാരത്തിൽ വരുത്തില്ല എന്നുള്ള ധാരണയായിരുന്നു. ഇവിടെയാണ് ഈ രാജ്യങ്ങളൊക്കെ പെട്ടുപോയത്. അപ്പം ഈ യൂറോപ്യൻ രാജ്യങ്ങൾ, ഇപ്പം നാറ്റോയിലുള്ള മറ്റെല്ലാ രാജ്യങ്ങളോടും ട്രംപ് സ്പെസിഫിക് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം അവർക്ക് വെപ്പൺസും ഷെൽസും ഇല്ല. കാരണം നാറ്റോയുടെ ആയുധങ്ങൾ തന്നെയാണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഷെൽസ് ഈ രാജ്യങ്ങളിൽ സ്റ്റോക്കുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്നില്ല? അപ്പോൾ ഇവർക്കെല്ലാം പേടി ബൈഡനെയാണ്. കാരണം ബൈഡനാണ് ഇത് മുടക്കിയിരിക്കുന്നത്, പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്ത് നാറ്റോ രാജ്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമാണ്. ആ സമയത്താണ് ബ്രിട്ടൻ ഇസ്രായേലിന് കൊടുത്തുകൊണ്ടിരുന്ന ആയുധങ്ങൾ പലതും അവരും ഫ്രീസ് ചെയ്തു. ഇത് ട്രംപിൻ്റെ തലയ്ക്കകത്ത് കയറി പിടിച്ചു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോഴെന്താണ് പിന്നെ ട്രംപ് ചെയ്ത് അടുത്ത ഓൾട്ടർനേറ്റീവ് ശ്രദ്ധിച്ചോണം. എന്ത് ട്രംപ് ചെയ്തു? ട്രംപ് നേരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുന്നു. ഉണ്ടായ സംഭവം ഇത്. അതായത് മോഡിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അന്ന് വരെ ഇന്ത്യ ഈ ഷെൽസ് ഇസ്രായേലിന് കൊടുക്കുന്നില്ലായിരുന്നു. മോദിയോട് പറയുന്നു, ഇസ്രായേലിന് വേണ്ടിയുള്ള ഷെൽസ്, കാരണം ഇസ്രായേൽ ഉപയോഗിക്കുന്ന ഹോവിസ്റ്ററിന് ഈ പറയുന്ന ഷെൽസും എല്ലാം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അത് കൊടുക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെയാണ് ഇന്ത്യ ഗവൺമെൻറ്, മോദി ഒന്നും തിരിച്ചു പറഞ്ഞില്ല, ട്രംപ് പറഞ്ഞ് അതേപോലെ കേട്ടു. എന്നിട്ട് പറഞ്ഞു, അത് കഴിഞ്ഞ് ബെഞ്ചമിൻ നെതന്യാഹു വേണ്ടി ഒരു എൻവോയ്സ് വരുന്നു, സംസാരിക്കുന്നു. അവിടുത്തെ പ്രധാനമന്ത്രി പറഞ്ഞിട്ട് ഇന്ത്യ എന്നുള്ള ഗ്ലോബ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ മറ്റേ വലിയ എയർഫോഴ്സിൻ്റെ ട്രാൻസ്പോർട്ട് ഫ്ലൈറ്റും ഇസ്രായേലിൻ്റെ ഫ്ലൈറ്റും ഇത് വിട്ടിട്ട് ഇന്ത്യൻ ഈ സാധനങ്ങൾ ഷിപ്മെൻ്റായിട്ട്, അതായത് US കൊടുക്കാത്ത മറ്റു രാജ്യങ്ങളും കൊടുക്കാത്ത സാധനം ഇന്ത്യ ഇസ്രായേലിന് സപ്ലൈ ചെയ്യുവാണ്. ഇതാണ് റിയാലിറ്റി. മനസ്സിലായ സംഭവം? അതായത് ട്രംപ് അതാണ് മോദിയുമായിട്ടുള്ള അടുപ്പം. കാരണം ആ സമയത്ത് ട്രംപിൻ്റെ റിക്വസ്റ്റ് കേട്ടത് മോദി മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ കയറിയ ശേഷം രണ്ടാമത് കാണുന്ന ഒരു രാജ്യത്തിൻ്റെ തലവൻ മോദിയായത്. കാരണം അന്ന് ട്രംപ് പറഞ്ഞ കാര്യം കേട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമാണ്. പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ചോ, പല രാജ്യങ്ങൾക്ക് റെസിപ്രോക്കൽ ടാരിഫ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഇന്ത്യയോട് പല സോഫ്റ്റ് കോർണറാണ് ട്രംപിന്. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യക്ക് വേണ്ടി ഇയാൾ ടാക്സ് ഉണ്ടാക്കാൻ പോകും. പക്ഷേ ഇന്ത്യ ചില ടാരിഫൊക്കെ കുറയ്ക്കും. കാരണം ഈ ട്രംപിൻ്റെ ഏറ്റവും വലിയ സംഭവം പേഴ്സണൽ ബന്ധങ്ങളാണ്. ആരാണ് അയാളെ സഹായിക്കുന്നത്, കൂടെ നിൽക്കുന്നത്,
അയാൾ എത്രമാത്രം ഏത് എക്സ്ട്രീമിൽ പോയി സഹായിക്കാൻ ട്രംപ് തയ്യാറാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നിങ്ങൾ നോക്കിക്കോണം, ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇറാനെ സപ്പോർട്ട് ചെയ്യും എന്ന രീതി വന്നു. ഇതൊക്കെ പറഞ്ഞു തന്നെ അവിടുത്തെ ഒരു സീനിയർ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു പോളിസി മേക്കറാണ്. അദ്ദേഹം നേരത്തെ ഒരു കോൺഗ്രസ് മെമ്പറായിരുന്നു, അവിടുത്തെ സെനറ്റിലും കോൺഗ്രസിലൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ സമയത്ത് ഇസ്രായേലിനൊരു ഭയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ റഷ്യ ഈ ഇറാനെയും മറ്റുള്ള രാജ്യങ്ങളെയും, അതായത് ഹൂത്തികളാണെങ്കിലും ഹിസ്ബുള്ളയ്ക്കും വെപ്പൺസ് കൊടുക്കുമോ ഇല്ലയോ, കാരണം ഇറാനും ഈ പറയുന്ന ഷോർട്ടേജ് ഉണ്ട്. അവിടെ ട്രംപ് ഇടപെടുകയാണ്, ഈ പുടിനോട് പറയുകയാണ് വെപ്പൺസ് കൊടുക്കരുത്. അതിൻ്റെ പേരിൽ പുടിൻ കൊടുത്തില്ല. ഇതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ട്രംപും പുടിനും തമ്മിലുള്ള ബന്ധമാണിത്. ഇതാണ് ബേസിക് ഇഷ്യൂ. ഇസ്രായേലാണ് ബേസിക്കലി ട്രംപിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കാരണം അന്ന് ഇതിനെ എതിർത്തു ബ്രിട്ടൻ പലതും ഫ്രീസ് ചെയ്തു ഇസ്രായേലിനെ പോട്ട് സംഭവം. അതേപോലെ ഇസ്രായേലി പ്രധാനമന്ത്രി അവിടെ കയറി അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പല യൂറോപ്യൻ രാജ്യങ്ങൾ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനകത്ത് മെമ്പേഴ്സാണ്. ഇത് അന്ന് ട്രംപ് പറഞ്ഞ് ഇവരെ സഹായിച്ചില്ല. അതാണ് ഈ ബൈഡനെ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ തെറി വിളിക്കുന്നത്. വാട്ട് ഷിറ്റ് യു ഗിവൺ ടു, അത് ചോദിച്ച ഓർമ്മയുണ്ടോ ഈ വ്ളാദിമിർ സെലൻസ്കിയോട്? എന്താണ് ട്രംപ് ചോദിച്ചത്? ഞാനാണ് ജാവലിൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ടാങ്കുകളെ ഹിറ്റ് ചെയ്യുന്ന സാധനമാണ്. തോളെ വെക്കുന്നൊരു ചെറിയ മിസൈലാണ്. അത് ജാവലിൻ കൊടുത്ത ട്രംപാണ് നേരത്തെ ഇരുന്ന സമയത്ത്. ഇപ്പം ഈ പറയുന്ന ഒബാമയെ ഒന്നും ഇയാളെ സഹായിച്ചില്ല. എന്തിനാണ് സേഫ്റ്റി ആയിട്ട് ഇൻ കേസ്, കാരണം ആ സമയത്ത് വാറൊന്നുമല്ല, സംഭവമൊന്നുമില്ല. കാരണം ഒരു സേഫ്റ്റി കൺസേൺഡ് ആയിട്ടാണ് ഈ ജാവലിൻ സാധനം ഈ ട്രംപ് ഇവർക്ക് കൊടുക്കുന്നത്, അവർക്ക് ഉക്രൈന് കൊടുക്കുന്നത്. പക്ഷേ ഉക്രൈന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ നിൽക്കുന്നു, പക്ഷേ ഇസ്രായേലിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ നാറ്റോയിൽ നിൽക്കുന്നില്ല. ഇവിടെയാണ് ട്രംപിന് കലിപ്പ് വന്നത്. ഇവിടെയാണ് മോദി സക്സീഡായത്, ഇന്ത്യ സക്സീഡായത്. കാരണം ഇന്ത്യ ഗവൺമെൻറ്റാണ് ഷിപ്മെൻറ്റ് കണക്കിന് ഈ സാധനം അയച്ചും കൊടുത്തു. അവർക്ക് സഫിഷ്യൻ്റായിട്ട് ഈ സാധനം കിട്ടി. ഷെൽസ് ഭയങ്കര ഷോർട്ടേജായി. ഇപ്പം നിങ്ങൾ നോക്കുക, ഈ 10 ഷെൽസ് ഗാസയിലിട്ടതിൻ്റെ അത് 4 ഇന്ത്യ കൊടുത്ത ഷെൽസ്. ഇവർക്കെതിരെ എതിരെയുള്ള അവിടെ ഷെൽസ് ഉപയോഗിച്ച പകുതിയിൽ കൂടുതൽ ഇന്ത്യ കൊടുത്ത ഷെൽസാണ്. ഈ ഇറാനെതിരെ കൊടുത്ത ഷെൽസും ഇന്ത്യ കൊടുത്തത്. ആ ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തു. അതേപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും റഷ്യയെ എതിർത്ത സമയത്ത് ഇന്ത്യ പറഞ്ഞ് റഷ്യയെ എതിർക്കാൻ പറ്റത്തില്ല. അവിടെയും ഈ ട്രംപ് കയറി ഇടപെട്ടു. ഈ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ച് റഷ്യയെ എതിർക്കേണ്ട ആവശ്യമില്ല, അവരുടെ നിന്ന് ക്രൂഡ് മേടിച്ചോളാം പറഞ്ഞു. ഇത് നമ്മളീ പറയുന്ന ഇവരവിടെയൊക്കെ ബാക്ക് ഡോർ ടോക്സും ഇതൊക്കെ നടക്കുന്നുണ്ട്. കാരണം റഷ്യ ആ സമയത്ത് ഒറ്റപ്പെടുത്തണ്ട എന്നൊക്കെ ആവശ്യപ്പെടുന്നത്, കാരണം ട്രംപിന് എന്ത് പവറില്ല, കാരണം അദ്ദേഹം മത്സരിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇവിടൊക്കെ ട്രംപ് വളരെ ക്രൂഷ്യലായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റഷ്യ ഒറ്റപ്പെടുത്തരുത്, പുടിനെ നമ്മുടെ കൂടെ നിർത്താം, നെതന്യാഹുവിനെ ഒറ്റപ്പെടുത്തരുത്. അപ്പം ട്രംപ് എവിടെയൊക്കെ ആ ഗെയിം കളിച്ചതെന്ന് മനസ്സിലാക്കുക. പുടിനോട് പറഞ്ഞിട്ട് ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങൾക്കും ഈ പറയുന്ന ഇറാനും ഹൂത്തികൾക്ക് ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഇന്ത്യയോട് പറഞ്ഞു നാറ്റോ രാജ്യങ്ങൾക്ക് മറ്റ് രാജ്യങ്ങൾ ഇവർക്ക് കൊടുക്കുന്നില്ല, അമേരിക്ക ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, ബ്രിട്ടൻ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, സഹായിക്കണം. ഇന്ത്യ പെട്ടെന്ന് സഹായമായിട്ട് വരുന്നു. ഇതാണ് ബന്ധം. ഇതാണ് ട്രംപിന് യൂറോപ്യൻ രാജ്യങ്ങളോട് കലിപ്പ്. അതുകൊണ്ടാണ് അയാൾ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കണം, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കണം. കാരണം ഇവിടെ ഇനി നാറ്റോ എന്നും പറഞ്ഞ് വരികയൊന്നും വേണ്ട. ഈ സന്ദർഭത്തിലൊക്കെ ഈ യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ റോളായിട്ട് ഇസ്രായേലിനെതിരെ കളിച്ചു. അതിൻ്റെ പേരിലാണ് യുണൈറ്റഡ് നേഷനെ എങ്ങനെയെങ്കിലും തൊലയ്ക്കാൻ വേണ്ടി ട്രംപ് നടക്കുന്നത്. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ, അതായത് ജിയോ പൊളിറ്റിക്സിൽ ട്രംപ് എത്രമാത്രം പവർ ഇല്ലാതിരുന്നിട്ടും, അത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നില്ല, പക്ഷെ അയാളുടെ ബന്ധങ്ങൾ കൊണ്ട്, കാരണം ബേസിക്കലി ട്രംപ് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. പക്ഷെ കളിച്ച ഗെയിം കണ്ടോ, നെതന്യാഹുവിനെ സഹായിക്കാൻ വേണ്ടി ഏതറ്റത്തും പോയി. ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് അപേക്ഷിക്കുന്നു, ഇന്ത്യ നടത്തി കൊടുക്കുന്നു, പുടിനോട് പറഞ്ഞ് ഇവിടെ വെപ്പൺസ് കൊടുക്കരുത്, ഏത് രീതിയിലും പോയി. ഇനി അടുത്ത ട്രംപ് ഉണ്ടാക്കുന്ന സംഭവമാണ് ഈ രാജ്യങ്ങളുടെ മേൽ പ്രഷറാവും. അതായത് ഈ രാജ്യങ്ങളോട് പറയും, നിങ്ങൾ നിങ്ങളുടെ എംബസി ഓഫീസ് ടെൽ അവീവിൽ ഇങ്ങോട്ട് മാറ്റുക. നോക്കൂ, അർജൻറ്റീന
അതുകൊണ്ടാണ് അർജന്റീനിയൻ പ്രസിഡന്റിന് ഇത്രമാത്രം ട്രംപുമായിട്ട് ബന്ധമായത്. അർജന്റീന അവിടെ പോയിട്ട് പ്രസിഡന്റ് അവിടെ പോയിട്ട് അവിടുത്തെ കയ്യോടെടുത്ത് അത് ടെല്ലവീവിന്ന് ജെറുസലേമിൽ കൊണ്ടാക്കി. ഈ ട്രംപിൻ്റെ ഒരു ജെറുസലേം ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിയുമായിട്ടും ഇസ്രായേലുമായിട്ടുള്ള ബന്ധമാണ്. അതിനെ തടസ്സം നിൽക്കുന്ന ആരായാലും അവരെ തകർക്കാൻ ട്രംപ് മുന്നോട്ട് വരും. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞൊരു സംഭവം നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും. ന്യൂ അപ്പോസ്റ്റലിക് റിഫോർമേഷൻ, അതിൻ്റെ ഭാഗമായിട്ടാണ് ട്രംപ് ഈ ഗെയിം കളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ട്രംപിനെ പൂർണ്ണമായിട്ട് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇസ്രായേലിന് വേണ്ടി ട്രംപ് നിൽക്കുകയാണ്. അതിനെ ആരെതിർക്കാൻ വന്നാലും അതിനെ ഒറ്റപ്പെടുത്താൻ വന്നാലും ട്രംപ് അതിനെ എതിർക്കും. ഇതാണ് യൂറോപ്യൻ രാജ്യങ്ങളോട് ഇയാൾക്ക് ഇത്ര കലിപ്പ്. അതുകൊണ്ടാണ് നാറ്റോയോട് കലിപ്പ്, ഈ പറയുന്ന യുണൈറ്റഡ് നേഷനോട് കലിപ്പ്. ഈ പുല്ലെല്ലാം ഇയാൾ പാക്ക് ചെയ്ത് ചവിട്ടിക്കൂട്ട് ദൂരെ കളയും. കാരണം ഇവരെ ഉക്രൈനെ സഹായിക്കാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ നിന്ന സമയത്ത് എന്തുകൊണ്ട് ഇസ്രായേലിനെ സഹായിച്ചില്ല? ഇതാണ് ട്രംപിൻ്റെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക. ഇതൊക്കെ ബാക്ക്ഡോർ ടോക്സ്, അത് ബിഹൈൻഡ് ദ കർട്ടൻ ടോക്സ് ആണ്. ഇത് ജനങ്ങളിൽ പബ്ലിക്ക് പറയത്തില്ല. ഇതൊക്കെയാണ് ടോക്സിലുണ്ടായത്. ഇതിന് ഉത്തരം കൊടുക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞില്ല. അതിലാണ് ഇവർ അപ്പോളജറ്റിക് ആയിട്ടിരിക്കുന്നത്. കാരണം ട്രംപ് ജയിക്കുമെന്ന് വിചാരിച്ചില്ല. ആദ്യം ട്രംപ് കയറി വന്നു. പക്ഷേ ട്രംപ് എവിടെയും നോക്കാതെ ബുൾഡോസ് ചെയ്യുക, ഓടാ പുല്ലേന്നും പറഞ്ഞു. അതാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കൃത്യമായ നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ട്രംപ് ഈ രാജ്യങ്ങളെ, യൂറോപ്യൻ രാജ്യങ്ങളെ, നാറ്റോയെയും യുണൈറ്റഡ് നേഷനെയും എതിർക്കുന്നതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, എന്നെപ്പറ്റി ചില ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻ ഒരു പ്രശസ്ത യൂട്യൂബറും മറ്റു പല ആൾക്കാരും സ്ഥിരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബിപിൻ ലാൽ എന്ന് പറഞ്ഞൊരു പയ്യൻ എന്നെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എൻ്റെ പ്രൊഫൈലിനെ പറ്റി അറിയാം. കാരണം കുറച്ച് റിസർച്ച് ചെയ്തിട്ടാണ് ഈ പയ്യൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളത് കണ്ടാൽ കുറച്ച് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഞാൻ എന്തൊക്കെ വർക്കാണ് ജേർണലിസത്തിൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏകദേശ രൂപം കുറച്ച് നല്ലപോലെയാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അത് നിങ്ങൾ കണ്ടാൽ ഏകദേശ ഐഡിയ എന്നെപ്പറ്റി പിടികിട്ടാനുള്ള സാധ്യതയുണ്ട്.